നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ശത്രുക്കളും അസൂയാലുക്കളൊക്കെ നമുക്കെതിരെ പ്രവർത്തിക്കുക, നമുക്കെതിരെ സംസാരിക്കുക, നമുക്കെതിരെയുള്ള ചതിപ്രയോഗങ്ങളും വഞ്ചനകളും നടത്തി വെക്കുക എന്നുള്ളത്. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. ഉസ്താദേ, അവരങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചാൽ അങ്ങനെ ചെയ്യുന്നു, ഞാനൊരു പുതിയ ഷോപ്പ് ഇടാൻ വേണ്ടി തീരുമാനിച്ചു, അപ്പോൾ ഉടനെ തന്നെ അപ്പുറത്ത് അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ അടുത്തൊരാൾ ഒരു പ്രധാനപ്പെട്ട ടൗണിൽ താമസിക്കുന്നവരാണ്. അവർ ഈ പാത്രങ്ങളുടെയും ഒരു വലിയ ഷോറൂമൊക്കെ നടത്തുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, അവർ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലത്ത് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയൊരു ഷോപ്പ് അവർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്ന് മാത്രമല്ല, ഇവർ കുറച്ച് മോഡിഫൈ ചെയ്യപ്പെടാത്ത രൂപത്തിലൊക്കെ ആയിരുന്നു, പക്ഷെ നല്ല സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇവർ വരലോടുകൂടെ, ഈ പുതിയ ഷോപ്പ് വരലോടുകൂടെ അവർ പുതിയ അട്രാക്റ്റ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ വെച്ചു. കുറച്ചും കൂടി കാഴ്ച ഉള്ളത് ഇവരുടെ ഷോപ്പിനായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ക്ഷീണം സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ തുടങ്ങിയാൽ ബിസിനസ് രണ്ടും പൂട്ടിപ്പോകേണ്ടിരുന്നു പറഞ്ഞിട്ട് അവരതിന് കീഴ്പ്പെട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇത്തരൊരു സാഹചര്യത്തിലൂടെ പലപ്പോഴും നമ്മളും കടന്നു പോകും. നമുക്കെതിരെ മുടക്കുകളൊക്കെ സംഭവിക്കാൻ പലപ്പോഴും ഇത്തരം ശത്രുക്കളുടെ പ്രവർത്തനങ്ങളായിരിക്കാം അതിന് കാരണം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്നൊരു ഇസ്മുണ്ട്. പ്രത്യേകിച്ച് കോടതികളിലും തർക്കങ്ങളിലും കേസുകളിലൊക്കെ അകപ്പെടുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊരു വിജയം കിട്ടാൻ ഈ ഇസ്മ ഒരു കാരണമാകും എന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലണം. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും വേണം. എന്നാൽ നമുക്ക് റിസൾട്ട് ഉറപ്പിക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ ആ ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശനി ഞായർ ദിവസങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ലിങ്ക് താഴെ പോയി നോക്കിയാൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലുള്ള സ്റ്റോറിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ചകളിൽ വരേണ്ടത് ബുക്ക് ചെയ്ത് ഞായറാഴ്ച ബുക്ക് ചെയ്തവർ മാത്രമാണെന്നുള്ളത് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളെയൊക്കെ നല്ല ദീനീ ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾ നമ്മെ ഏൽപ്പിക്കാവുന്നതാണ്. 7ാം ക്ലാസ് മുതലുള്ള മക്കൾ, അതേപോലെ തന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവരെ തികഞ്ഞ ഗൃഹാന്തരീക്ഷത്തിൽ അച്ചടക്കത്തോടുകൂടെ നല്ല രൂപത്തിൽ മതബൗദ്ധിക വിദ്യാഭ്യാസം നൽകി നല്ല രൂപത്തിൽ അവരെ തിരിച്ചു നൽകാൻ സാധിക്കുന്നതാണ്. പുതിയ കാലത്ത് നമ്മുടെ മക്കളുടെ ജീവിതശൈലിയും അവരുടെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കാതെ ദീനിനോട് പൂർണ്ണമായും പുറംതിരിഞ്ഞ് ജീവിക്കുന്ന ഒരു കെട്ടകാലത്താണ് നമ്മളുള്ളത്. ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളരാൻ കാരണമാകും. നിങ്ങൾ തന്നെ പലപ്പോഴും നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. പലപ്പോഴും പലരും അതൊക്കെ ഇതെവിടെയാണ് ദർസ് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ദർസ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല രൂപത്തിൽ മക്കൾ ആത്മീയ അന്തരീക്ഷത്തിൽ അള്ളാഹുവും ഹബീബും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദീനനുസരിച്ച് നമുക്ക് നാളെ ഉപകരിക്കുന്ന കൺകുളിർമയാകുന്ന മക്കളായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇസ്മ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അൽ ഹക്കം എന്ന് പറയുന്ന ഇസ്മ. നമുക്കൊക്കെ അറിയാം, അൽ ഹക്കം എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഹുക്മ് എന്നാണ് വിധി എന്ന പദത്തിന് അറബി ഭാഷയിൽ പറയുക. അപ്പോൾ യഥാർത്ഥ വിധികർത്താവ് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അത് ജഗന്നിയന്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത്. എല്ലാത്തിൻ്റെയും വിധികർത്താവ് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ഖദർ ഖലാവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ഭൂമി ലോകത്ത് എന്തും നടക്കുകയുള്ളൂ.
ഞാൻ എന്താവണം, ഞാൻ ഏത് രൂപത്തിലാവണം, നിങ്ങളാരാവണം, നിങ്ങളെങ്ങനെയാവണം, തല കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. വിധി എന്നുള്ള ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, അള്ളാഹു നമുക്ക് വിധിച്ചത് അത് 2 മലകൾക്കപ്പുറമാണെങ്കിലും അത് നമുക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് വിധിക്കാത്തത് നമ്മുടെ 2 ചുണ്ടുകൾക്കിടയിലാണെങ്കിലും അത് നമുക്ക് ലഭിക്കുകയില്ല. ഇതൊക്കെ പറയുന്നൊരു വീഡിയോ ഒക്കെ ഇതിനിടയ്ക്ക് വൈറലായിരുന്നു. ഒരാൾ ഒരു ഫുഡ് ഐറ്റംസ് അതിങ്ങനെ പ്ലേറ്റിൽ നിന്നെടുത്തു, അതിങ്ങനെ തൂക്കിപ്പിടിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വായിലേക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് വായൻ്റെ ഉള്ളിൽ നിന്നൊരു പക്ഷി വന്നിട്ട് കൊത്തിക്കൊണ്ടു പോകുന്ന വീഡിയോ. അള്ളാഹു വിധിച്ചത് 2 മലകൾക്കിടയിലാണെങ്കിലും അത് നമ്മുടെ അടുക്കൽ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. വിധിക്കാത്തത് 2 ചുണ്ടുകൾക്കിടയിലാണെങ്കിലും അത് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ കാര്യം മനസ്സിലാക്കണം. എല്ലാ നന്മയും തിന്മയുമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്. നമുക്കിപ്പോൾ ഒരു വലിയ രോഗം വന്നു, അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. അത് അള്ളാഹു കണക്കാക്കിയ രഹസ്യമാണ്. ആ രഹസ്യം കാരണമായിട്ട് ചില ഖൈറാത്തുകൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ രോഗം വന്നിട്ടുള്ളത്. പൂർണ്ണമായും ക്ഷമിക്കാം. എത്രയോ ആലിമീങ്ങൾക്ക്, അമ്പിയാക്കൾക്ക്, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച സൂഫിയാക്കൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനർത്ഥം അവർ മോശക്കാരാണെന്നാണോ? ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഓനങ്ങനെ നടക്കുന്നുണ്ടോ, അവനക്ക് അങ്ങനെ രോഗങ്ങളൊക്കെ കിട്ടി. അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഖദർ അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ രഹസ്യം നമുക്കാർക്കും അറിയൂല. വസിറുൽ ഖദ്രി ലാ യഅരിഫുഹു ഇല്ലല്ലാഹു ലാ നബിയ്യുൻ വലാ മലക്കുൻ വലാ അഹദുൻ. അള്ളാഹുവിൻ്റെ ഖദർ ഖലാഉമായി ബന്ധപ്പെട്ട വിഷയം ഒരാൾക്കും അറിയൂല, ഒരു മലക്കിനും അറിയില്ല, ഒരു നബിക്കും അറിയൂല എന്നാ. അപ്പോൾ അതിൻ്റെ രഹസ്യം നമുക്കറിയൂല. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് ആവലാതിപ്പെടേണ്ടതില്ല. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് റബ്ബിനെ നന്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം അള്ളാഹു നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതാണ്. ഒരു വലിയ രോഗം വന്നു എന്ന് വിചാരിക്കുക, അള്ളാഹുവിൽ പൂർണ്ണമായും ക്ഷമിക്കാം. എന്നാൽ നമ്മളിങ്ങനെ മനസ്സിലാക്കുക, അപ്പുറത്തെ വീട്ടിലുള്ള ആൾ നിസ്കരിക്കുന്നില്ല, നോമ്പനുഷ്ഠിക്കുന്നില്ല, പേരിനൊരു മുസ്ലിം എന്നുള്ളൂ, എപ്പോഴും കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരു രോഗമില്ല. അതിലൊരു സിറുണ്ട് അള്ളാഹ്. ഒരു സിറ് പറയാം, നമ്മളെ അള്ളാഹു സ്വർഗത്തിൽ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് എത്താൻ നമ്മൾ ഈ നിസ്കരിക്കുന്നതും ഈ നോമ്പനുഷ്ഠിക്കുന്നതും ഈ ദിക്ർ ചൊല്ലുന്നതും മതിയാകാതെ വരുന്നു. നമ്മൾ ഈ നിസ്കരിച്ചതിൻ്റെയും നോമ്പനുഷ്ഠിച്ചതിൻ്റെയും ദിക്ർ ചൊല്ലിയതിൻ്റെയൊക്കെ പ്രതിഫലം കുറച്ച് ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുള്ളൂ. അള്ളാഹു നമ്മെ കണക്കാക്കിയതാണെങ്കിലോ കുറച്ചും കൂടി ഉയർന്ന സ്ഥാനത്തേക്കാണ്. എന്നാൽ ആ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ കുറച്ചും കൂടെ പ്രതിഫലം നേടിയെടുക്കണം. ആ പ്രതിഫലത്തിന് വേണ്ടി ഒരു രോഗം കൊടുക്കുന്നു. ആ രോഗം കൊടുക്കുമ്പോൾ രോഗത്തിൽ അവൻ ക്ഷമിക്കുന്നു. ആ ക്ഷമയുടെ പ്രതിഫലവും കൂടെ ഇതിനോട് ആഡ് ചെയ്ത് കൂട്ടി വെച്ച് നോക്കിയാൽ മാത്രമാണ് ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത്. ഒരു ഭാഗത്ത് കാണാം, ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹുല്ലാഹ്, അള്ളാഹു അവനെ പരീക്ഷിക്കും എന്നുള്ളതാണ്. ക്ഷമിക്കാം എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന തന്നെ അതിന്. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷമിക്കാം. ഈ ദുനിയാവാണ്, ശത്രുക്കൾ കുറേ ഉണ്ടാവും. നമ്മൾ തകരണം, നമ്മളൊരിക്കലും ഉയരരുത്, നമ്മുടെ തകർച്ച മാത്രം കണ്ടു നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ? ഇത് കേൾക്കുന്നവരിൽ അനുഭവമുള്ളവരുണ്ടാകും. ഓനെന്നെ ഉയരാനയക്കില്ല, എനിക്കെതിരെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ആളുകളുടെ മുമ്പിൽ വിജയിക്കാൻ, ഇസ്സത്തോടുകൂടെ ജീവിക്കാൻ കാരണമാകുന്ന ഇസ്മാണ് അൽ ഹക്കം എന്ന് പറയുന്ന ഇസ്മ. യാ ഹക്കമു യാ അള്ളാഹ് എന്നാണ് ചൊല്ലേണ്ടത്. യാ ഹക്കമു യാ അള്ളാഹ്. ശത്രുമിത്രമായി തീരാനും അസൂയാലു ഗുണകാംക്ഷിയുള്ളവരായി തീരാനും സർവ്വഗുണങ്ങളും കരസ്ഥമാക്കാനും ഇത് പതിവായി ചെല്ലുക. തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിധി ലഭിക്കുവാൻ ഈ നാമം സ്ഥിരമായി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ കോടതിയാണ്. അതിന് കീഴിലാണ് ഭൂമിയിലുള്ള സുപ്രീം കോർട്ടും ഹൈക്കോർട്ടൊക്കെ കിടക്കുന്നത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് ഏതൊരു കാര്യം വിധിച്ചോ അത് നടപ്പിൽ വരുത്താൻ ബാധ്യസ്ഥരാണ് ഇവിടെയുള്ള കോടതികളൊക്കെ. പൂർണ്ണമായ വിശ്വാസത്തിലിരിക്കാം. അപ്പോൾ നമ്മുടെ കേസുകൾ, നമ്മുടെ ഫയലുകൾ അള്ളാഹുവിൻ്റെ കോടതിയിലാണ് ആദ്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വക്കീലിനോട് പറയണം, അഡ്വക്കേറ്റിനോട് സംസാരിക്കണം, ലോയറോട് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ ഇടപെടണം. അതിൻ്റെ മുമ്പ് നീയും നിൻ്റെ റബ്ബും അറിയുന്ന തഹജ്ജുദിൻ്റെ സമയത്ത് പാതിരാത്രിയിലിരുന്ന് റബ്ബിൻ്റെ കോടതിയിൽ, പരമോന്നത കോടതിയിൽ അത് സമർപ്പിക്കണം. നാളെയാണ് വിധി വരാനുള്ളത്.
റബ്ബേ നീ തീരുമാനിക്കണം എന്ന് പറയുന്ന രൂപത്തിൽ അള്ളാഹിനോട് നേരിട്ട് സംസാരിക്കണം. അതിൽ നമുക്ക് വിജയം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.